ഹലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിൽ പലരും, ഞാൻ ഉൾപ്പെടെ പലരും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് പൊട്ടിച്ചിരിച്ചിട്ടൊക്കെ അമ്മ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയും, അല്ലോ ഞാനിന്ന് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, ഇന്ന് എന്തെനിക്ക് വരാൻ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിന്ന് ഒരുപാട് ചിരിച്ചിട്ട് എനിക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്നവരാണ് പലരും, ഞാൻ ഉൾപ്പെടെ പലരും കേട്ടോ. അപ്പോൾ നമ്മളൊരിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരിക്കലും ഇന്ന് ചിരിച്ചതിൻ്റെ പേര് നമ്മൾ നാളെ കരയുന്ന ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കരയാനും ചുറ്റിലും ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മുടെ ചുറ്റിലും ഒരുപാട് റീസൺസ് ഉണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി നമുക്ക് ചിന്തിച്ച് കരയാം, വരാൻ പോകുന്ന കാര്യങ്ങൾ ഇനി എന്താകും എന്ന് ആലോചിച്ച് നമുക്ക് കരയാം. അങ്ങനെ നമുക്ക് കരയാൻ നമുക്ക് പ്രത്യേകിച്ച് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ അടുത്ത് തന്നെ കരയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ മദ്യം മറന്ന് പൊട്ടിച്ചിരിക്കാനൊക്കെ നമുക്ക് കിട്ടുന്ന ചാൻസ് ഒക്കെ കുറച്ചുള്ളൂ കേട്ടോ. അതൊന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പറ്റുന്നതല്ല, നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കുക എന്ന് പറഞ്ഞ സംഭവമൊക്കെ. അപ്പോൾ അതൊന്നും നാളെ നമുക്കറിയും, അല്ലെങ്കിൽ നാളെ നമ്മൾ അത് ആലോചിച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോയത് കേട്ടോ. കാരണം അങ്ങനെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ, ചിരിക്കാൻ കിട്ടണ ചാൻസ് അല്ല, നമ്മൾ ചിരിച്ചോണ്ട് തന്നെ നമ്മൾ ജീവിക്കുക കേട്ടോ. നമ്മൾ നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എങ്ങനെ വിചാരിച്ച് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. നമ്മുടെ ലൈഫൊക്കെ ഇത്ര ഉള്ളൂ, എത്ര കാലം ഉണ്ടാവുന്നൊന്നും നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നമ്മുടെ ജീവിതം എന്ന് പറയണത്, നമ്മൾ ചിരിക്കേണ്ടോട് തന്നെ ചിരിച്ചോട് തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ആരും സ്കിപ്പ് ചെയ്ത് കളയണ്ട കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് എന്തായാലും പറയണം തോന്നി. കാരണം ഞാനിത് 2-3 പേരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ 2-3 പേർക്കോട് പറഞ്ഞൊരു വേർഡാണിത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. ബൈ.